ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന് ഓണപ്പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡു. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കിത് വായിച്ചു തരും, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദി സ്മോൾ കാർ. സ്മോൾ കാറിന് ചുറ്റും ഒരു സർക്കിൾ വരക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കാറ് തന്നിട്ടുണ്ട്. ആദ്യത്തെ കാറും രണ്ടാമത്തെ കാറും ഉണ്ട്. ആദ്യത്തെ കാറും രണ്ടാമത്തെ കാറും നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ കാർ എന്താണ്? വലുതാണ്. രണ്ടാമത്തെ കാറ് ബിഗ് കാറാണ്. ബിഗാണ് രണ്ടാമത്തെ കാറ്. ആദ്യത്തെ കാർ എന്താണ്? സ്മോൾ കാറാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത് എന്നാണ്. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത് എന്നാണ്. അപ്പം നമ്മളോട് സ്മോൾ കാറാണ് എഴുതാൻ പറഞ്ഞത്. സ്മോൾ കാർ ഏതാണെന്നാണ് ചോദിച്ചത്. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത്. ചെറിയ കാർ ഏതാ ഇതിൽ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഏതാണ് ചെറിയ കാറ്? ഇതാണ് ചെറിയ കാർ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. അടുത്തത്, ഗിവ് കളർ ടു 5 ബോൾസ്. 5 ബോൾസിന് കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എത്ര ബോൾ നമുക്ക് തന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 ബോൾസ് നമുക്ക് ഇവിടെ ടോട്ടലി തന്നിട്ടുണ്ട്. അതിൽ 5 ബോൾസിന് കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 ബോൾസിന് കളർ കൊടുക്കാം. എങ്ങനെ കളർ കൊടുക്കുക? 5 ബോൾസിന് 5 ബോൾസിന് നമുക്ക് കളർ കൊടുക്കാം. അപ്പം ആദ്യത്തെ ബോളിന് കളർ കൊടുത്തു, പിന്നെ രണ്ടാമത്തെ ബോളിനും കളർ കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം കേട്ടോ. മൂന്നാമത്തെ ബോളിന് കളർ കൊടുത്തു, നാലാമത്തെ ബോളിന് കളർ കൊടുത്തു, അഞ്ചാമത്തെ ബോളിനും കളർ കൊടുത്തു. അപ്പോൾ 5 ബോൾസിന് നമ്മൾ കളർ കൊടുത്തു. ബാക്കിയായിട്ട് 2 ബോൾസ് വരുന്നുണ്ട്, അതിന് കളർ കൊടുക്കണ്ട. ടോട്ടൽ 7 ബോൾസ് ഉണ്ട്, അതിൽ 5 എണ്ണത്തിന് നമ്മൾ കളർ കൊടുത്തു. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് നിങ്ങളോട് പറയാണ്, ഗിവ് റെഡ് കളർ ടു ദി ബൈസിക്കിൾ. ഈ സൈക്കിളിന് റെഡ് കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിലുള്ള റെഡ് കളർ, ഇപ്പോൾ റെഡ് കളറാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് വൃത്തിക്ക് കൊടുക്കണം. ഞാനിങ്ങനെ കൊടുത്തതുകൊണ്ടാണ് വൃത്തിയില്ലാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റെഡ് കളർ വൃത്തിയായിട്ട് കൊടുക്കുക. അടുത്തത്, കളർ ദി ജീപ്പ്. ഇതിലെന്തുണ്ട്? ഒരു ജീപ്പ് ഉണ്ട്. ഇതിൽ ഏതാണ് ജീപ്പ് എന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തണം. ഇതെന്താണ്? ഇത് ഓട്ടോറിക്ഷയാണ്. ഇതെന്താണ്? കാറാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം അതൊക്കെ അല്ലേ? ഇതെന്താണ്? ബസ്സാണ്. ഇതെന്താണ്? ഇതാണ് ജീപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ ജീപ്പിന് നിങ്ങൾ കളർ കൊടുക്കുക. ഓട്ടോറിക്ഷയ്ക്കും അതുപോലെ തന്നെ കാറിനും ബസ്സിനും ഒന്നും കളർ കൊടുക്കണ്ട. എന്തിന് മാത്രമാണ് കളർ കൊടുക്കേണ്ടത്? ഈ ജീപ്പിന് മാത്രം നിങ്ങൾ കളർ കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത്, ഡ്രോ സർക്കിൾ അറൗണ്ട് ദി റാബിറ്റ്. അപ്പോൾ റാബിറ്റിൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുയലാണ്. അപ്പോൾ ഇവിടെ ഇതെന്താണ്? ഇത് കുരങ്ങാണ്, അതായത് മങ്കിയാണ്. ഇനി അടുത്തത് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? റാറ്റാണ്. ഇനി റാബിറ്റ് ഏതാണ്? ഇതാണ് റാബിറ്റ്. അപ്പം ഈ റാബിറ്റിന് ചുറ്റും സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് റാബിറ്റ്? ഈ മുയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാബിറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ആക്ടിവിറ്റി 2 ഹൂ സേഡ് ദിസ്. ആരാണ് ഇത് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ഐ ഹാവ് എ ബിഗ് ബീക്ക്. എനിക്ക് എന്തുണ്ട്? ഒരു വലിയ കൊക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. അതാരാണ് പറയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അതാരാണ് പറയുക? അത് പറയുന്നത് ഇതാണ്, അതായത് ഈ ഒരു പക്ഷിയാണ് ഐ ഹാവ് എ ബിഗ് ബീക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു ട്രാഫിക് പോലീസാണ് അത് പറയുന്നത്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അടുത്തത്, ഐ ആം ഔട്ട്. ഞാൻ അടുത്തത്, ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട് എന്നാണ് പറയുന്നത്. ഹോൺ ഉണ്ടെന്ന് പറയുന്നത് ആരാണ്? ഈ ബസ്സാണ് പറയുന്നത്. അടുത്തത്, ഐ ആം ഔട്ട്. ഞാൻ പുറത്ത് വന്നേ. അത് ഈ ഫിഗറിൽ ഏതാണ് പറയുക? ഈ ഒരു മുട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ആ ഒരു താറാവാണ് പറയുന്നത് ഐ ആം ഔട്ട് എന്ന്. അടുത്തത്, ഓ മൈ ലൈറ്റ്. അത് പറയുന്നത് ആരാണ്? ഈ ഒരു കാറാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആണല്ലോ, മാറിപ്പോവരുത്. ഓക്കെ. അടുത്തത്, ആക്ടിവിറ്റി 3 നെയിം കാർഡ്. ദിസ് ഈസ് ജിൽ. ജിൽ ഈസ് ഗ്രീൻ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്.
എന്താ പറയുന്നത്, ദീസ് ഈസ് ജില്ല്. ഇതെന്താണ്, ഈ പക്ഷിയുടെ പേരെന്താണ്, ജില്ല് എന്നാണ്. ജിൽ ഈസ് ഗ്രീൻ. ജില്ലിൻ്റെ കളർ എന്താണ്, ഗ്രീൻ കളറാണ്. ജിൽ ഹാസ് എ ബീക്ക്. ജില്ലിന് എന്തുണ്ട്, കൊക്കുകൾ, അതായത് അങ്ങനെ എന്തുണ്ട്, ചുണ്ടുകൾ. അത് കൊത്തി തിന്നാനൊക്കെ ഉപയോഗിക്കുന്ന ആ ചുണ്ടുകളില്ലേ, അതുണ്ട്, കൊക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ദിസ് ഈസ് ദിൽ. ഈ പക്ഷിയുടെ പേരെന്താണ്, ദില്ലാണ്. ദിൽ ഈസ് ഗ്രീൻ. ദില്ലിൻ്റെ കളർ എന്താണ്, ഗ്രീനാണ്. ദിൽ ഹാസ് ലോങ് ലെഗ്സ്. ദില്ലിന് എന്തുണ്ട്, ലോങ് ആയിട്ടുള്ള ലെഗ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളോട് പറയാണ്, പ്രിപ്പയർ നെയിം കാർഡ് ഓഫ് റില്ല്. റില്ലിൻ്റെ നെയിം കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ദിസ് ഈസ് റിൽ. ഇതെന്താണ്, റില്ലാണ്. റിൽ ഈസ് ഗ്രീൻ. റില്ലിൻ്റെ കളർ എന്താണ്, ഗ്രീനാണ്. റിൽ ഹാസ് എന്താണ്, നമ്മളവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, അപ്പോൾ റിൽ ഹാസ് എ റെഡ് റിങ് എന്ന് പറയാം. റില്ലിൻ്റെ കഴുത്തിൽ എന്തുണ്ട്, ഒരു റിങ് ഉണ്ട്. റിൽ ഹാസ് എ റെഡ് റിങ് എന്ന് പറയാം. ആക്ടിവിറ്റി 4, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിൻ്റെ തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ തെറ്റാണ്. വാട്ട് വിൽ ദി റാബിറ്റ് സേ, കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. വാട്ട് വിൽ ദി റാബിറ്റ് സേ എന്ന് പറഞ്ഞാൽ എന്താണ് റാബിറ്റ് പറയുക, കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു റാബിറ്റ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നിട്ട് റാബിറ്റ് എന്ത് ചെയ്തു, റാബിറ്റ് കഴിച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ ഒരു തൊലി നിലത്തേക്ക് ഇട്ടു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കരടി എന്ത് ചെയ്തു, ആ ഒരു പഴത്തൊലിയിൽ ചവിട്ടിയിട്ട് വീണു. അപ്പോൾ വീണപ്പോൾ ഈ കരടി പറയാണ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി ഇത് ആവർത്തിക്കരുത്. അതായത് ഇനി പഴത്തൊലി നിലത്ത് ഇടരുത് എന്നാണ് ആര് പറഞ്ഞത്, കരടി ആരോട് പറയുന്നത്, റാബിറ്റിനോട് പറയുന്നത്. അപ്പോൾ റാബിറ്റ് എന്താ പറയുക, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. റാബിറ്റ് പറയും ഐ ആം സോറി എന്ന് പറയും. എന്താ പറയുക, ഐ ആം സോറി എന്ന് പറയും. ഐ ആം സോറി, ഐ ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ കരടി എന്താ പറഞ്ഞത്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പോൾ റാബിറ്റ് എന്ത് പറയും, ഐ ആം സോറി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം, ഐ ആം സോറി എന്ന് പറയണം. ലൈൻ ടു ദി സോങ്. താഴെ നിങ്ങൾക്കൊരു പാട്ട് തന്നിട്ടുണ്ട്, ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് തന്നിട്ടുണ്ട്. അതിലേക്കൊരു ലൈൻ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ പാട്ട് നോക്കാം. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ്. പോളിയുടെ ഫ്രണ്ട്സ് എന്താണ്, കളിക്കുകയാണ്. പ്ലേയിങ് ഇൻ ദി റെയിൻ, മഴയത്ത് കളിക്കുകയാണ്. ദി എലിഫൻറ്റ് ഈസ് പ്ലേയിങ്. ആര് കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, എലിഫൻറ്റും കളിക്കുന്നുണ്ട്. പ്ലേയിങ് ഇൻ ദി റെയിൻ, മഴയത്താണ് കളിക്കുന്നത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡക്കും അതുപോലെ തന്നെ റാബിറ്റും എലിഫൻറ്റും കൂടെ കളിക്കുന്നുണ്ട്. അടുത്തത് പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ്. പിന്നെയും പറയാണ്, പോളിയുടെ ഫ്രണ്ട്സ് കളിക്കുകയാണ്. പ്ലേയിങ് ഇൻ ദി റെയിൻ, മഴയത്ത് കളിക്കുകയാണ്. ഡാഷ് ഈസ് പ്ലേയിങ്. ഇനി ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യണം ആരാണ് കളിക്കുന്നത് എന്ന്. ദി ഡാഷ് ഈസ് പ്ലേയിങ് ഇൻ ദി റെയിൻ. അപ്പോൾ എലിഫൻറ്റ് കളിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. ദി എലിഫൻറ്റ് ഈസ് പ്ലേയിങ് എന്ന് ഇവിടെ പറഞ്ഞു. ഇനി ഇവിടെ എന്താണ് ആഡ് ചെയ്യുക, ഡാഷ് ഈസ് പ്ലേയിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡാഷുള്ളിടത്ത് നമുക്ക് എന്താ ആഡ് ചെയ്യാൻ പറ്റുക, അപ്പോൾ ഇതിൽ ആരാണ് പോളി, ഈ ഡക്കാണ് പോളി എന്ന് പറയുന്നത്. അപ്പോൾ പോളീൻ്റെ ഫ്രണ്ട്സ് കളിക്കുകയാണ് എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ എലിഫൻറ്റ് ഒരു ഫ്രണ്ടാണ് എലിഫൻറ്റ്, അടുത്ത ഫ്രണ്ടാണ് ഇത് റാബിറ്റ്. അപ്പോൾ എലിഫൻറ്റ് ഈസ് പ്ലേയിങ് എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രണ്ട് ആരാണ്, റാബിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, ദി റാബിറ്റ് ഈസ് പ്ലേയിങ്, റാബിറ്റ് കളിക്കുന്നു. പ്ലേയിങ് ഇൻ ദി റെയിൻ, മഴയത്ത് കളിക്കുന്നു എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഓക്കെ.